മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസം മുമ്പ്, 48 മണിക്കൂർ മുമ്പ് ഈ സമയത്ത് ഞാൻ ഹ്യൂസ്റ്റണിൽ ഒരു പ്രഭാഷണം കൊടുത്തു. അപ്രതീക്ഷിതമായിട്ട് 250 പേര് പങ്കെടുത്തു. ഒരു ഹാള് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള സംവിധാനമാണ്. വെറുതെ മൊബൈൽ ഫോണിലൂടെ വിളിച്ചിട്ട് പെട്ടെന്ന് ടൈം കിട്ടിയതനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തതാണ്. അവിടെ ഞാൻ വിവരിച്ചത് 17 പോയിന്റാണ്. 17 പോയിന്റ്. അതൊന്ന് ഞാൻ പറയാം. ആ 17 പോയിന്റ് നിങ്ങൾ പഠിക്കണം. ദീർഘിപ്പിച്ചിട്ടല്ല, സ്ലോ ആയിട്ട്. നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് 5 പോയിന്റ്. പുരാണങ്ങള് വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരുടെ, ആസുരിക സ്വഭാവമുള്ള മനുഷ്യര്, ഈശ്വരീയ സ്വഭാവമുള്ള മനുഷ്യര്, തപസ് ചെയ്യുന്ന മനുഷ്യര്, രാജ്യം ഭരിക്കുന്ന മനുഷ്യര്, അങ്ങനെയുള്ള മനുഷ്യരുടെ കഥകളിലൂടെ ജീവിത ചൈതന്യം പറഞ്ഞു തരുന്നു പുരാണങ്ങള്. 1ാമത്തെ പോയിന്റ്. പക്ഷിമൃഗാദികളുടെ കഥകളും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചരിത്രവും കൂടി ചേർത്ത് മഹാഭാരതം. പക്ഷിമൃഗാദികളുടെ കഥകളും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചരിത്രവും ചേർത്ത് നമ്മള് മനുഷ്യ നന്മയ്ക്കായിട്ട് കൊടുക്കുന്നത് 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം. 2ാമത്തെ പോയിന്റ്. കഥകളില്ലാതെ ശ്രീരാമനുമായി ബന്ധപ്പെട്ട 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്നത് വാൽമീകി രാമായണം. 3ാമത്തെ പോയിന്റ്. ഇപ്പോൾ പുരാണങ്ങള്, മഹാഭാരതം, വാൽമീകി രാമായണം. കഥകളും വ്യക്തി അധിഷ്ഠിത അനുഭവങ്ങളും ഇല്ലാതെ ഉപദേശങ്ങൾ മാത്രമുള്ളത് വേദങ്ങള്. 4ാമത്തെ പോയിന്റ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ജീവിത സത്യങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ. 5ാമത്തെ ലെവല് അത് ഉപനിഷത്തുക്കള്. അടുത്തത് ആചാരങ്ങളെ കുറിച്ച് 7 പോയിന്റ്. ഇപ്പൊ പുരാണങ്ങള്, മഹാഭാരതം, വാൽമീകി രാമായണം, വേദം, ഉപനിഷത്തുക്കള്. അടുത്ത 7 പോയിന്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ആചാരങ്ങള്, അനാചാരങ്ങള്. ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ, ദുരാചാരങ്ങൾ. ഷർട്ട് ഇടാതെ അമ്പലത്തിൽ കയറണം, വലംപിരി ശംഖ്, ധനാകർഷണ ഭൈരവ യന്ത്രം, സ്ത്രീകൾ ഓങ്കാരം ചൊല്ലാൻ പാടില്ല, വേദമാരും ചൊല്ലാൻ പാടില്ല ബ്രാഹ്മണരല്ലാതെ. ഇതൊക്കെ അനാചാരങ്ങളാണ്. കോഴിയറക്കല്, കള്ള് നിവേദിക്കല്, അശ്ലീല പാട്ട്, മരിച്ച ദിവസത്തിന്റെ പ്രശ്നങ്ങള്, കരിനാള്, ഇതൊക്കെ ദുരാചാരങ്ങളാണ്. പിന്നെ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. അത് ആചാരങ്ങളിൽ 3ാമത്തെ പോയിന്റ്. അനാചാരങ്ങള്, ദുരാചാരങ്ങള്, പിന്നെ സദാചാരങ്ങളിൽ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള ആചാരങ്ങൾ. യോഗ, സൂര്യ നമസ്കാരം. കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങൾ. സദാചാരങ്ങളില് മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്. ആ കുടുംബ ബന്ധം ദൃഢമാക്കാൻ ജന്മദിനം ആഘോഷിക്കുക, അച്ഛന്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം, മക്കൾക്ക് അമ്മ ചോറ് വിളമ്പി കൊടുക്കാം. വീട്ടിനകത്ത് നടക്കാനുള്ള എല്ലാ കർമ്മങ്ങളും. നമ്മുടെ സംസ്കാരത്തിനും കുടുംബത്തിനും ധന്യത നൽകുന്ന ആചാരങ്ങൾ. സമൂഹത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. നമ്മൾ ആഘോഷിക്കുക, ശിവരാത്രി ആഘോഷിക്കുക, ഓണം ആഘോഷിക്കുക, ദീപാവലി ആഘോഷിക്കുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിന് ആധാരമായ ആചാരങ്ങൾ, രാഷ്ട്രത്തിൽ നന്മ വരുത്തുന്ന ആചാരങ്ങൾ. ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി എന്നുള്ളത് നമ്മൾ തീർത്ഥയാത്രകളും എല്ലാം രാഷ്ട്രത്തിന് നന്മ വരുത്തുന്നുണ്ട്. അപ്പൊ ഗ്രന്ഥങ്ങളുടെ 5 പോയിന്റ്. പുരാണങ്ങള്, മഹാഭാരതം, വാൽമീകി രാമായണം, വേദങ്ങള്, ഉപനിഷത്തുക്കള്. അനാചാരങ്ങളിലെ 7 പോയിന്റ്. അനാവശ്യമായ ആചാരങ്ങൾ. അനാചാരങ്ങൾ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നത്, ദുരാചാരങ്ങൾ. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. ശരീരത്തിന്, കുടുംബത്തിന് അല്ലെങ്കിൽ സംസ്കാരത്തിന്, രാഷ്ട്രത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. 5 എണ്ണം. മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം പ്ലസ് സംസ്കാരം, രാഷ്ട്രം. 5 എണ്ണം പ്ലസ് അനാചാരം, ദുരാചാരം. 7 എണ്ണം. 5 + 7 12. ഇനി ഭാരതീയ ഈശ്വര സങ്കല്പം. ക്ഷേത്രത്തിന്റെ ലെവലിലുള്ള ഈശ്വര സങ്കല്പം, അവതാരത്തിന്റെ ലെവലിലുള്ള ഈശ്വര സങ്കല്പം, അതേപോലെ തന്നെ
ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പം, സൃഷ്ടിസ്ഥിതി സംഹാരവുമായിട്ട് ബന്ധപ്പെട്ട ഈശ്വര സങ്കല്പം, ഈ പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുന്ന ലെവലിലേക്ക് ഉയരല്, അതുപോലെ ജീവാത്മാവ്, പരമാത്മാവ്, പരബ്രഹ്മം എന്ന് പറയുന്ന അഞ്ചാമത്തെ ലെവലിലുള്ള ഈശ്വര സങ്കല്പം, ക്ഷേത്രത്തിന്റെ ലെവല്, അവതാരത്തിന്റെ ലെവല്, ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിന്റെ ലെവല്, അതുപോലെ പ്രപഞ്ചപുരുഷ ചൈതന്യത്തിന്റെ ലെവല്, ജീവാത്മ, പരമാത്മ, പരബ്രഹ്മ എന്ന് പറയുന്ന ഉപനിഷത്തിന്റെ ലെവലിലുള്ള ഈശ്വര ചൈതന്യം. അപ്പൊ ഈ 17 പോയിന്റാണ് നമ്മൾ ജീവിതത്തിൽ ഹിന്ദു ധർമ്മം പഠിക്കേണ്ടവർ പഠിക്കാനുള്ളത്. പുരാണങ്ങള്, മഹാഭാരതം, വാൽമീകി രാമായണം, വേദം, ഉപനിഷത്ത്, ആദ്യത്തെ 5, അനാചാരം, ദുരാചാരം, പിന്നെ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രത്തിന് ഉതകുന്ന സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന ആചാരങ്ങളുടെ 7 പോയിന്റുകള്, ക്ഷേത്രത്തിന്റെ ലെവല്, അവതാരത്തിന്റെ ലെവല്, ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിന്റെ ലെവല്, അതുപോലെ തന്നെ പ്രപഞ്ചപുരുഷ ചൈതന്യവുമായി ബന്ധപ്പെട്ടത്, ജീവാത്മ പരമാത്മാവുമായിട്ട് ബന്ധപ്പെട്ട 5 പോയിന്റ് ആത്മീയതയുടെ തലത്തില്. ഈ 17 പോയിന്റുകളാണ് ഹിന്ദു ധർമ്മം പഠിക്കാനുള്ളവര് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ CD എടുത്ത് കോപ്പി എടുത്ത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കണം. ഇതിന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. എന്താ കാരണം അറിയോ? നമ്മളുടെ പൈതൃകം ഈ അടുത്ത കാലത്ത് യാത്ര ചെയ്തപ്പോൾ, അമേരിക്കയിലൊക്കെ യാത്ര ചെയ്തപ്പോൾ എല്ലാവർക്കും ഇത് പഠിക്കണം എന്നുണ്ട്. എവിടെ നിന്ന് ആരംഭിക്കണം എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഈ 17 പോയിന്റ് പഠിക്കാൻ വളരെ കുറച്ച് സമയം മതി, ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ അത് പഠിക്കും തോറും വളരെ ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്യാനും സാധിക്കും. എത്ര വേണമെങ്കിൽ പഠിക്കാം. പുരാണങ്ങളെ കുറിച്ച് എത്ര വേണമെങ്കിൽ പഠിക്കാമല്ലോ, മഹാഭാരതത്തിലെ മാനേജ്മെന്റ് എത്ര വേണമെങ്കിൽ പഠിക്കാമല്ലോ, വാൽമീകി രാമായണത്തിലെ മാനേജ്മെന്റ് പഠിക്കാം, വേദത്തിലെ വേദിക് മാനേജ്മെന്റ് പഠിക്കാം, ഉപനിഷത്തിലെ ജീവിത സന്ദേശങ്ങളെ എത്ര മാസം വേണമെങ്കിൽ പഠിക്കാം. അരമണിക്കൂർ കൊണ്ട് കുറെ അറിയാൻ പറ്റും. അരമണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, അരമണിക്കൂർ കൊണ്ട് അറിയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ ക്ലാസിഫൈ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കേണ്ടത്. ഗ്രന്ഥങ്ങളിലെ 5 പോയിന്റ്, സദാചാരങ്ങളിൽ 5 പോയിന്റ്, പ്ലസ് അനാചാരം, ദുരാചാരം, ഈശ്വര സങ്കല്പത്തിൽ 5 പോയിന്റ്. ഇങ്ങനെ 15+2 അല്ലെങ്കിൽ 5+7+5 17 പോയിന്റുകൾ ജീവിതത്തിൽ പഠിച്ചാൽ ഹിന്ദു ധർമ്മം കുറെ അധികം പഠിക്കാൻ നമുക്ക് സാധിക്കും. പ്രണാമം, നമസ്കാരം.